യുകെയിലെ ഏറ്റവും ടോപ്പ് ലൈസൻസ്. അപ്പോൾ ഈ എങ്ങനെ ചീപ്പറായിട്ട് നമുക്കൊരു ട്രക്ക് ലൈസൻസ് എടുക്കാമെന്നുള്ളൊരു കാര്യം കൂടി നോക്കാം. പൊതുവേ ആളുകൾ CPC ആണ് ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറയാറ്. കമ്പനികൾ എടുത്തു കൊടുക്കുമ്പോൾ കമ്പനികൾക്കൊരു പോളിസി ഉണ്ടാവും. നിങ്ങൾക്ക് മാനുവൽ ട്രക്കും ഓട്ടോമാറ്റിക് ട്രക്കും ഓടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടുമ്പോൾ 5000 മുതൽ 15,000 വരെ വരും. ഹായ് ഗൈസ്, എൻ്റെ പേര് സിബി. ഞാൻ യുകെയിലെ ഒരു ട്രക്ക് ഡ്രൈവറാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോണത് യുകെയിൽ എങ്ങനെ ഒരു ട്രക്ക് ലൈസൻസ് എടുക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ പേപ്പർ വർക്ക് ഇതിന് വേണ്ടിയുണ്ട്, എത്ര എക്സാമുകളുണ്ട്, ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 കാറ്റഗറി ഓഫ് ട്രക്കുകളാണ് യുകെയിലുള്ളത്. അതിലൊന്ന് ക്ലാസ് 2 കാറ്റഗറി, 2 ക്ലാസ് 1 കാറ്റഗറി. അതിൽ ക്ലാസ് 2 കാറ്റഗറി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ 407 ഒക്കെ പോലെ ഒറ്റ ചേസിലുള്ള വണ്ടീനെയാണ് ക്ലാസ് 2 കാറ്റഗറി എന്ന് UK പറയണേ. അപ്പോൾ അതിനെ റിജിഡ് ട്രക്കുകൾ എന്ന് പറയും അതിനെ. പിന്നെ അത് കൂടാണ്ട് പിന്നുള്ളത് ക്ലാസ് 1 കാറ്റഗറിയാണ്. ക്ലാസ് 1 കാറ്റഗറി കപ്പിൾ ചെയ്യാനും അൺകപ്പിൾ ചെയ്യാനും പറ്റുന്ന കാറ്റഗറിനെയാണ് ക്ലാസ് 1 കാറ്റഗറി എന്ന് പറയുന്നത്. അതിനെ ആർട്ടിക്കുലേറ്റർ ലോറീസ് എന്ന് ഇവിടെ പറയും. അപ്പോൾ ഈ കാറ്റഗറി പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ക്ലാസ് 1 കാറ്റഗറിയാണ് യുകെയിലെ ഏറ്റവും ടോപ്പ് ലൈസൻസ്. അപ്പോൾ ഈ ക്ലാസ് 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴത്തോട്ടുള്ള ക്ലാസ് 2ഉം അതിൻ്റെ താഴത്തുള്ള വണ്ടികളെല്ലാം നമുക്ക് ഓടിക്കാം. അതേസമയം ക്ലാസ് 2 ഇതിൻ്റെ താഴെയുള്ള വണ്ടിയുടെ ടോപ്പിലുള്ള വണ്ടി ഒരിക്കലും നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒത്തിരി പേർക്ക് പറ്റിയേക്കണ കുറച്ച് അബദ്ധങ്ങളാണിത്. നമ്മളൊരു ലൈസൻസ് എടുക്കാനായിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയും, അവരൊന്നില്ലെങ്കിൽ നമ്മളെ വണ്ടി ഓടിപ്പിക്കും, അല്ലെങ്കിൽ അവർ നമ്മളോടുള്ള ഡീലിങ്ങും സംസാരമൊക്കെ കഴിയുമ്പോൾ അവർ പറയും, നിങ്ങൾ ക്ലാസ് 1 എടുക്കാനായിട്ട് നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ ക്ലാസ് 2 എടുക്കുക, അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ താഴേക്കടയിലുള്ള വണ്ടിയായിരിക്കും. എന്ന് വെച്ചാൽ വെയിറ്റ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞ ക്ലാസ് 2 ചെറിയ വണ്ടി എടുക്കാൻ നമ്മളോട് പറയും. അപ്പം നമ്മളത് കേട്ടിട്ട് അവർ ഷൂ പോലെ നമ്മളെ പോളിഷ് ചെയ്യുമ്പോൾ നമ്മളത് കേട്ടിട്ട് ക്ലാസ് 2 പോയി എടുക്കും. ക്ലാസ് 2 പോയി എടുത്ത് അത് പാസ്സാക്കി കഴിയുമ്പോൾ അവർ പിറ്റേ ദിവസം പറയും, നിങ്ങളിപ്പോൾ ഓക്കെയാണ്, അപ്പം നിങ്ങൾക്ക് ഇനി ക്ലാസ് 1 എടുക്കാമെന്ന് പറയും. അപ്പം നഷ്ടം ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴത്തേൻ്റെ ലൈസൻസ് എടുക്കാൻ അത്യാവശ്യം നല്ലൊരു പൈസ, ക്ലാസ് 2ൻ്റെ ഏകദേശം അടുത്തുള്ളൊരു പൈസയും വരും. പിന്നെ ക്ലാസ് 1 എടുക്കാനായിട്ട് വീണ്ടും പൈസ വരും. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് 2 പൈസയും നമ്മുടെ ഒത്തിരി സമയം ഇതിന് നഷ്ടപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. നമ്മൾ ഏത് ലൈസൻസ് എടുക്കണമെന്ന് ആദ്യമേ കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടായിട്ട് നമ്മൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ അപ്രോച്ച് ചെയ്യണം. അവർ നമ്മളെ എങ്ങനെ പോളിഷ് ചെയ്താലും നമ്മൾ സമ്മതിക്കരുത്. കാരണം അവർക്കതൊരു ബിസിനസ്സും നമുക്കിതൊരു ജീവിത മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് 1 പോകണമെങ്കിൽ ക്ലാസ് 1 തന്നെ എടുക്കണം. പിന്നെ പല ആൾക്കാരും പറയണ്ടായിരുന്നു, എനിക്ക് പേടി കൊണ്ട് ക്ലാസ് 2 എടുക്കാനാണ് താല്പര്യമെന്ന് എന്നോട് മെസ്സേജ് പലരും പറയാറുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി പറയണമെങ്കിൽ F8ൽ വലിയ വ്യത്യാസമൊന്നുമില്ല ക്ലാസ് 1 എടുത്താലും ക്ലാസ് 2 എടുത്താലും. അപ്പം നിങ്ങൾ എടുക്കാൻ യുകെയിലെ ഒരു ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ ക്ലാസ് 1 തന്നെ എടുക്കാനാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നിങ്ങൾ ലൈസൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ് 1 ഓടിക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾ ഓടിക്കണ്ട. ക്ലാസ് 2 കാറ്റഗറി വണ്ടികൾ ഓടിച്ചാൽ മതി. പക്ഷേ ആ ലൈസൻസ് നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീടും പല ആൾക്കാർക്കും പേടി കൊണ്ട് ക്ലാസ് 2 ഇതുപോലെ ആൾക്കാർ പോളിഷ് ചെയ്ത് പോയി എടുത്തത് ക്ലാസ് 2 അതിനുശേഷം ഇവർക്ക് കുറച്ചാൾ ഓടിച്ച് കഴിയുമ്പോൾ തോന്നുന്നുണ്ട് എനിക്ക് ഇത് ഓടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഡീൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ് 1 എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് രണ്ടാമത് പോയി എടുത്ത് ഒത്തിരി പൈസ പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റിക്വസ്റ്റ് മൂലമാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യം കൂടി ഉൾപ്പെടുത്തണേ. അപ്പോൾ ഒന്നുകൂടി പറയണേ, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം കൃത്യമായിട്ട് ഏത് ലൈസൻസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ട്രക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷനിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റഗറി ബി ലൈസൻസ് നമുക്ക് വേണം. കാറ്റഗറി ബി ലൈസൻസ് എന്താണെന്ന് വെച്ചാൽ യുകെയിലെ വാലിഡ് ആയിട്ടുള്ള ഒരു കാർ ലൈസൻസാണ് കാറ്റഗറി ബി ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സാധനങ്ങൾ മതി നമുക്കൊരു ട്രക്ക് ലൈസൻസ് എടുക്കാൻ. അത് നമ്മുടെ പൈസ മുടക്കി നമ്മൾ എടുക്കണമെങ്കിലാണ് ഈ 2 കാര്യങ്ങൾ വേണ്ടത്. ഇനി നമ്മളൊരു കമ്പനീനെ സമീപിക്കുകയാണെങ്കിൽ ആ കമ്പനി ചിലപ്പോൾ പറയുന്ന റൂള് വേറെ ആയിരിക്കും. ചിലപ്പോൾ ലൈസൻസ് എടുത്തിട്ട് 6 മാസം കഴിയണം, അതുപോലെ തന്നെ ഏജ് ഇത്രേന് മുകളിൽ കഴിയണം, അതുപോലെ പോയിന്റുകളൊന്നും കിട്ടാൻ പാടില്ല എന്നൊക്കെ പറയും. കാരണം വെച്ചാൽ പല ആൾക്കാരും ഡൗട്ടുകൾ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഈ കാർ ലൈസൻസ് എടുത്താൽ പിറ്റേ ദിവസം എടുക്കാമോ, അല്ലെങ്കിൽ ഇത്ര നാൾ പിടിക്കണോ? അപ്പോൾ ചില കമ്പനികൾ പറഞ്ഞ് ഇത്ര നാൾ പിടിക്കുന്നു. അപ്പോൾ കമ്പനികൾ എടുത്തു കൊടുക്കുമ്പോൾ കമ്പനികൾക്കൊരു പോളിസി ഉണ്ടാവും. അവരുടെ പോളിസി വെച്ചിട്ടാണ് അങ്ങനെ ആവണേ. നമ്മുടെ പൈസ മുടക്കി നമ്മൾ ട്രക്ക് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻ ഇത്തരം കാര്യങ്ങൾ മതി. ഈ 2 കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ കാർ ലൈസൻസ് എടുത്തിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് ട്രക്കിന് അപ്ലൈ ചെയ്യാം. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കാർ ലൈസൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ട്രക്ക് ലൈസൻസും. അതൊന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കാർ ലൈസൻസ് ഓട്ടോമാറ്റിക് കാർ ലൈസൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ട്രക്ക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അതേസമയം നിങ്ങൾക്ക് മാനുവൽ കാർ ലൈസൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ ട്രക്കും ഓട്ടോമാറ്റിക് ട്രക്കും ഓടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ യുകെയിലെ ഓൾമോസ്റ്റ് ട്രക്കുകളും ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ വലിയ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പിന്നെ ചില കമ്പനികളിൽ ഇതിനകത്ത് വന്നൊരു ഇഷ്യൂ, പലരും ചോദിക്കാനുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ
ചില കമ്പനികളിൽ ഇപ്പം നമ്മളെ ട്രക്ക് കേടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ അവരുടെ വാനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോകേണ്ട വരും. അപ്പോൾ ആ വാൻ ചിലപ്പോൾ മാനുവലായിരിക്കും. അങ്ങനെ ചില ഇഷ്യൂസുകൾ വരാറില്ല. അത് നിങ്ങളെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. റെയറായിട്ട് ചില കമ്പനികളിലാണ് ബാധിക്കുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ പറയാൻ കാരണം ഒത്തിരി പേർക്ക് ഓട്ടോമാറ്റിക് ലൈസൻസാണ് പല കൺട്രിയിൽ നിന്നും കൺവേർട്ട് ചെയ്ത് വന്ന ലൈസൻസുകളാണ്. അപ്പോൾ അവർ ചോദിക്കും ഞാനിനി അത് മാനുവലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണോ ട്രക്ക് എടുക്കാനെന്ന് ചോദിക്കും. അപ്പോൾ യു കെയിൽ നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഓട്ടോമാറ്റിക്കാണ്. മാനുവൽ ഇപ്പോൾ ചുരുക്കം ചിലത് റെയറായിട്ട് പഴയ വണ്ടികളിൽ ആൻറ്റിക് പീസ് പോലെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇനി നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോവാം. ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ട 2 ആപ്ലിക്കേഷൻ ഫോമാണ്. D2യും D4ഉം. അപ്പോൾ ഈ സാധനം നമുക്ക് എവിടെന്ന് വാങ്ങാമെന്ന് ആദ്യം നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ അവിടെ നിന്ന് നമുക്ക് ഈ ഫോം തരും. ഇനി അതല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കൽ എടുക്കാൻ പോണ ഏതെങ്കിലും ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് ഇത് ചെയ്യണവരാണെങ്കിൽ അവിടെ ഉണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ DVLAയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വക രീതികളിലൊക്കെ നമുക്കത് വാങ്ങാം. വാങ്ങിച്ചതിന് ശേഷം D4 ഫോം പൂരിപ്പിക്കണം. അതിൽ D4 ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കലാണ് അതിനകത്ത് ചെയ്യണത്. അത് നമ്മളല്ല പൂരിപ്പിക്കേണ്ടത്, അത് ഡോക്ടറാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും GPയിലോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ഡോക്ടേഴ്സ് ഒരുപാടുണ്ട് അവിടെയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളായിട്ട് ബന്ധപ്പെട്ട അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ഡോക്ടർമാരുടെ അടുത്ത് വിട്ടിട്ടുണ്ട്. അവർ വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിന് ഏകദേശം വന്നത് 50 പൗണ്ട് മുതൽ 150 പൗണ്ട് വരെയൊക്കെ വരും ഈ ഒരു മെഡിക്കൽ ചെക്കപ്പിന്. എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടുമ്പോൾ 5000 മുതൽ 15000 വരെ വരും. പല റേറ്റാണ് പല ഡോക്ടർമാരുടെ അടുത്ത്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് BP നോക്കും. പിന്നെ നമ്മുടെ ഐ ടെസ്റ്റ് ചെയ്യും. നമ്മൾ ലോങ് സൈറ്റിൽ നമ്മളെ ജസ്റ്റ് എന്തെങ്കിലും ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിപ്പിക്കും, ലെറ്ററുകൾ വായിപ്പിക്കും. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ മൊത്തത്തിലൊരു ഹെൽത്ത് ചെക്ക് ചെയ്യും. ഇത് വലിയൊരു ഡീലല്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഡോക്ടർ നമുക്കത് പാസ്സാക്കി തരും. വലിയ സംഭവമില്ല അത്. അപ്പോൾ ഇനി D2 ഫോമാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. D2 ഫോമിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ D4 ഫോമും D2 ഫോമും കൂടി അതിൻ്റെ കൂടെ നമ്മുടെ ഒറിജിനൽ UK വാലിഡ് ആയിട്ടുള്ള കാർ ലൈസൻസും കൂടി വെച്ചിട്ട് വേണം നമുക്ക് DVLലേക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്ത് ഏകദേശം 3 അല്ലെങ്കിൽ 4 ആഴ്ചയ്ക്കുള്ളിലേക്ക് നമ്മുടെ ലൈസൻസ് നമുക്ക് തിരിച്ചു വരും. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ അയച്ച ലൈസൻസ് തന്നെയായിരിക്കും നമുക്ക് തിരിച്ചു തന്നെ. പക്ഷേ നമുക്കതിനകത്ത് നമ്മുടെ ലൈസൻസ് നമ്മുടെ പ്രൊഫഷണൽ ലൈസൻസ് ആഡായോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ DVLAയുടെ സൈറ്റിൽ കയറി നമ്മുടെ ലൈസൻസ് നമ്പറൊക്കെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് ആഡായോ എന്നുള്ളത്. അപ്പോൾ പ്രൊഫഷണൽ ലൈസൻസ് നമ്മുടെ ലൈസൻസിനകത്ത് ആഡ് ചെയ്ത് വന്നതിന് ശേഷമാണ് നമുക്ക് തിയറി എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. തിയറി നമുക്ക് 3 എക്സാം തന്നെ. ഒന്ന് CPC, ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ്, വേറെ ഒന്ന് ഹസാർഡ്. അപ്പോൾ ഹസാർഡ് എക്സാം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഗെയിം പോലെ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ അതിനകത്ത് ലൈവായിട്ട് വണ്ടികൾ പോണതും ആൾക്കാർ പാസ് ചെയ്യണതൊക്കെ വരും. അപ്പോൾ ഒരു അപകട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെങ്ങനെ അതിനകത്ത് റിയാക്ട് ചെയ്യണമെന്നാണ് അതിനകത്ത് നോക്കണത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനും അതിന് 4 ആൻസേഴ്സുമാണ്. അതിനകത്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ചൂസ് ചെയ്യണം. ഇനി CPC പൊതുവെ ആളുകളെല്ലാം CPC ആണ് ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറയാറ്. ഇതൊരു കഥ പോലെ ഒരു സംഭവം തരും. അപ്പോൾ അത് നമ്മൾ വായിച്ചിട്ട് അതിനകത്ത് ഒരു സിറ്റുവേഷൻ നമ്മൾ ഇത്ര മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഇത്ര മണിക്കൂർ ബ്രേക്ക് എടുത്തു, ഇത്ര മണിക്കൂർ ഇനി ഡ്രൈവ് ഉണ്ട്, അത് കഴിഞ്ഞ് ഇത്ര മണിക്കൂറിൽ തിരിച്ചെത്താൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സിലോ പഠിച്ചേക്കണ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതും ഈ പാരഗ്രാഫിൽ നിന്നും എല്ലാത്തിൽ നിന്നും ബന്ധപ്പെടുത്തിയുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് പ്രാക്ടിക്കലിന് വേണ്ടി ട്രെയിനിങ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ ഡ്രൈവിംഗ് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. മിക്ക ഡ്രൈവിംഗ് സ്കൂളുകളും 1.5 ആഴ്ച തരാറുണ്ട്, ചില ഡ്രൈവിംഗ് സ്കൂൾ ഒരാഴ്ച തരാറുണ്ട്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടിരിക്കും ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ടൈമിങ്. അപ്പോൾ ഇനി ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിവേഴ്സിങ് പഠിപ്പിക്കും. അതുപോലെ തന്നെ കപ്പിൾ ചെയ്യാനും അൺകപ്പിൾ ചെയ്യാനും നമ്മളെ പഠിപ്പിക്കും. പിന്നെ റോട്ടിൽ കൂടെ എങ്ങനെ ഒരു അപകടം ഇല്ലാണ്ട് ഓടിക്കാൻ നമ്മളെ പഠിപ്പിക്കും. അതുപോലെ റൗണ്ട് അബൌട്ടുകളെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, വളവുകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു സൈക്ലിസ്റ്റിനെ ഒരു പെഡസ്ട്രിയനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു സിഗ്നലിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഈ വക കാര്യങ്ങളാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം തന്നെ 3 പ്രാക്ടിക്കൽ എക്സാം നമുക്ക് തന്നെ. ഒന്ന് റിവേഴ്സ് ടെസ്റ്റ്, പിന്നെ ഒന്ന് റോഡ് ടെസ്റ്റ്, പിന്നെ ഒന്ന് CPC ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ടെസ്റ്റാണ്. റിവേഴ്സ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബേ പാർക്കിംഗ് പോലെയാണ്. ഒരു ബേ തന്നിട്ടുണ്ടാവും. ആ ബേയിലേക്ക് കൃത്യമായിട്ട് നമ്മൾ റിവേഴ്സ് ഇട്ട് കൊടുക്കണം.
അതുപോലെ തന്നെ പിന്നെ വന്നത് റോഡ് ടെസ്റ്റാണ്. റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45 മിനിറ്റിനടുത്ത് നമ്മളെ കൊണ്ട് ഓടിപ്പിക്കും. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെ പ്രതികരിക്കണ്, എങ്ങനെയാണ് നമ്മുടെ ബ്രേക്കിംഗ്, സിഗ്നൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റൗണ്ട് അബൌട്ടിനെ അപ്രോച്ച് ചെയ്യണേ, പെഡസ്ട്രിയനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണേ, ഈ വക കാര്യങ്ങൾ, സൈക്ലിസ്റ്റിനെ എങ്ങനെ ഓവർടേക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു കാറിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഇട്ടാ ഡ്രൈവ് ചെയ്യണം, ഈ വക കാര്യങ്ങളാണ് നമ്മുടെ റോഡ് ടെസ്റ്റിൽ നോക്കണം. മെയിനായിട്ടുള്ള ടെസ്റ്റ് റോഡ് ടെസ്റ്റാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നത് CPC ടെസ്റ്റാണ്. ഈ CPC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കൺട്രിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്പനിയിൽ കയറേണ്ടത്, എന്തൊക്കെ മാനുവർ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വണ്ടി രാവിലെ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അത് ഇല്ലീഗൽ എമിഗ്രൻസ് കയറാണ്ട് നമ്മളൊരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഫൈൻ കിട്ടും, എന്തൊക്കെ ഭാഗങ്ങൾ വണ്ടിയിൽ എവിടെയൊക്കെ അവർ ഹൈഡ് ചെയ്തിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് വണ്ടീനെ സംബന്ധിച്ചുള്ള കുറച്ച് വണ്ടിയുടെ ചെക്കിങ്ങും ടയർ കാര്യങ്ങൾ ലൈറ്റുകൾ എല്ലാം ക്ലസ്റ്ററിലുള്ള കാര്യങ്ങൾ വണ്ടിയുടെ ഹൈറ്റ് ഇതൊക്കെ നോക്കി നമ്മൾ സേഫായിട്ട് എങ്ങനെ ഒരു ലോഡ് എടുത്ത് ഒരു സ്ഥലത്തേക്ക് പോവാം എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ UK ഒരു ട്രക്ക് ലൈസൻസ് പാസ്സായി. അപ്പോൾ ക്വാളിഫൈഡ് ഡ്രൈവറായി നമ്മൾ. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ലൈസൻസുകൾ വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നത് ലൈസൻസും ഒരു CPC കാർഡും കൂടി ആയിരിക്കും നമുക്ക് വന്നത്. അങ്ങനെ 2 കാർഡായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വന്നത്. ഇത് കൂടാണ്ട് മൂന്നാമതൊരു കാർഡുണ്ട്. അതാണ് ടാക്കോ കാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിൽ നമ്മുടെ മൊബൈലിൻ്റെ സിമ്മിൻ്റെ കാണുന്ന ചിപ്പ് പോലത്തെ ഒരു ചിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ബൈ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ DVLAയുടെ സൈറ്റിൽ കയറി ഏകദേശം 25 തൊട്ട് 30, 35 പൗണ്ട് എന്താണ് ഞാൻ കൃത്യം ഓർക്കണില്ല. അത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ മാത്രമാണ് നമുക്കത് വീട്ടിലേക്ക് കൊറിയറായിട്ട് വരുള്ളൂ. അപ്പോൾ ആ കാർഡ് ഓർഡർ ചെയ്താൽ മാത്രമാണ് നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് വണ്ടിയിൽ ടാക്കോ മെഷീൻ ഉണ്ട്. ആ ടാക്കോ മെഷീനിലേക്ക് ആ കാർഡ് ടാക്കോ കാർഡ് ഇട്ടിട്ടാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കണേ ഇത്രയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിലേക്ക് ഇതെല്ലാം വരുമെന്നാണ്. അല്ല, 2 ലൈസൻസ് മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. ഈ ടാക്കോ കാർഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് വാങ്ങേണ്ടി വരും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾക്ക് UK ഒത്തിരി ആളുകൾക്ക് ഈ ട്രക്ക് ലൈസൻസ് എടുക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ പ്രൊഫഷൻ വേറെ ആയതുകൊണ്ടും അവരുടെ ജോലി ഇപ്പോൾ വിസയിൽ നിന്നിട്ട് ഈ ജോലി ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും ഈ ലൈസൻസ് എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ PR അടിച്ചതിന് ശേഷമൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ അവർക്ക് ഇപ്പോഴേ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും ഈ ലൈസൻസ് എടുക്കാം. ഏത് വിസയിൽ നിന്നാലും നമുക്ക് ഈ ലൈസൻസ് എടുക്കാം. നമ്മുടെ വിസിറ്റ് വിസയിൽ ഒഴികെ ബാക്കി എന്ത് വിസയിൽ വന്നാലും നമുക്ക് ഈ ലൈസൻസ് എടുക്കാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CPC എന്ന് പറഞ്ഞ സാധനത്തിന് 5 വർഷം വാലിഡിറ്റി ഉള്ളൂ. 5 വർഷം കഴിഞ്ഞ് നമ്മൾ ക്ലാസ് കൂടണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ CPC ഒഴികെ ബാക്കിയുള്ളത് എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ട്രക്ക് ലൈസൻസ് എടുത്ത് ട്രക്ക് ലൈസൻസ് പാസ്സായിരിക്കാം. CPC എടുക്കാണ്ടും ഇരിക്കാം. CPC ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ മാത്രം മതി CPC. അല്ലെങ്കിൽ നമുക്ക് CPC വേണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഈ 2 എക്സാം പ്രാക്ടിക്കലും 2 എക്സാം തിയറിയും ചെയ്തിട്ട് CPCയുടെ പ്രാക്ടിക്കലും CPCയുടെ തിയറിയും നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ലൈസൻസ് എടുത്ത് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇപ്പോൾ ഈ പറഞ്ഞ PR കിട്ടിയവർക്ക് PR കഴിഞ്ഞാൽ പ്രൊഫഷൻ ചേഞ്ച് ചെയ്ത് വിസ ചേഞ്ച് ചെയ്ത് വന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഈ CPCയും കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വാളിഫൈഡ് ട്രക്ക് ഡ്രൈവറായിട്ട് ഒരു കമ്പനി കയറാം. ഇനി വേറൊരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചീപ്പറായിട്ട് നമുക്കൊരു ട്രക്ക് ലൈസൻസ് എടുക്കാമെന്നുള്ളൊരു കാര്യം കൂടി നോക്കാം. പല ആൾക്കാരും പല റേറ്റിനാണ് ട്രക്ക് ലൈസൻസ് എടുത്തേനെ. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രക്ക് ലൈസൻസ് ഓരോ ഡ്രൈവിംഗ് സ്കൂളും ഓരോ രീതികളിലാണ് എടുത്തു കൊടുക്കണത്. ഒന്നല്ലെങ്കിൽ ഫുൾ പാക്കേജായിട്ട് നമുക്ക് എടുത്തു തരുന്ന ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ മാത്രം മതി. മെഡിക്കൽ അവർ എടുത്തു തരും, എക്സാമുകൾ അവർ ബുക്ക് ചെയ്ത് തരും, പഠിക്കാനുള്ള തിയറി അവർ തരും, പ്രാക്ടിക്കൽ അവർ തരും, എല്ലാം കൂടി ഒരു റേറ്റ് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് തന്നെ. അതുപോലെ തന്നെ ചില ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് പകുതി ഇപ്പോൾ ഞാൻ പറഞ്ഞ മെഡിക്കൽ നമുക്ക് ചെയ്യാം, എക്സാമുകൾ നമുക്ക് തന്നെ സ്റ്റഡി മെറ്റീരിയൽ കണ്ടെത്തി പഠിച്ച് പാസ്സായിട്ട് പ്രാക്ടിക്കലിന് മാത്രം നമുക്കൊരു സ്ഥലത്ത് ചെല്ലാം. അപ്പോൾ ഈ 2 കാറ്റഗറി രീതിയിലും ചെല്ലാം. അപ്പോൾ ഇതിനകത്ത് ചില സ്ഥലത്ത് ഈ ഫുൾ പാക്കേജ് എടുക്കുന്നതായിരിക്കും ലാഭം. ചില സ്ഥലത്ത് ഫുൾ പാക്കേജിന് ഭീമമായ പൈസയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പകുതി നമ്മുടെ കാര്യങ്ങൾ ചേർത്തിട്ട് പ്രാക്ടിക്കലിന് മാത്രം വരാം. അപ്പോൾ അത് നിങ്ങളുടെ ഏരിയയിലുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾ കണ്ടെത്തുക. ഒരു 1, 2 അല്ലെങ്കിൽ 3, 4 ഡ്രൈവിംഗ് സ്കൂളുകൾ എടുക്കുക നിങ്ങളുടെ ഏരിയയിലെ. എന്നിട്ട് എല്ലായിടത്തും വിളിച്ചു ചോദിക്കുക, റേറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക പല സ്ഥലത്തും റെഡി ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുൾ ക്യാഷ് പെട്ടെന്ന് അടക്കുകയാണെങ്കിൽ റേറ്റ് കുറവ് കിട്ടാറുണ്ട്. ചില സ്ഥലത്ത് പ്രാക്ടിക്കലിന് മാത്രം മീൻസ് പാക്കേജ് ഫുൾ എടുക്കാണ്ട് പ്രാക്ടിക്കലി ഈ മാത്രം എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറവ് വരും. അപ്പോൾ അതൊക്കെ ശരിക്കും നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കിട്ടും. പിന്നെ നിങ്ങൾ ഇവിടെ UK ആണ് ബാർഗെയിൻ ചെയ്യണം അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഇന്ന റേറ്റിന് ഇന്ന സ്ഥലത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ റെഡി ക്യാഷ് കൊടുക്കാമെന്ന്
പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്ക സ്ഥലത്തും റേറ്റ് കുറഞ്ഞ് കിട്ടാറുണ്ട്. അങ്ങനെ റേറ്റ് കുറച്ച് കിട്ടിയവരുണ്ട്. പിന്നെ അത് കൂടാണ്ട് ചില മാസങ്ങളിൽ ഇപ്പം ഈ മാസം ഇവർക്ക് ഇത്ര പേരെ പഠിപ്പിച്ചിറക്കാൻ ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അടുത്ത മാസം ആൾ തികയാണ്ടിരിക്കുമ്പോൾ അവർ പറയും, "നിങ്ങൾ അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസത്തേക്കുള്ള പാക്കേജിൽ കയറിയാൽ നിങ്ങൾക്ക് ഞാൻ റേറ്റ് കുറച്ച് തരാമെന്ന്" പറയും. അപ്പം നിങ്ങൾക്ക് അതേ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള പാക്കേജ് എടുത്താലും റേറ്റ് കുറച്ച് കിട്ടാറുണ്ട്. പിന്നെ ഇതിനകത്തുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നെറ്റിൽ നിന്ന് ഫൈൻഡ് ചെയ്തിട്ട് വിളിച്ച് അവിടെ പോയിട്ട് നേരിട്ട് കണ്ടിട്ട് ചേരാൻ നോക്കുക. അതല്ലാതെ പല ആൾക്കാരും നെറ്റിൽ കണ്ടിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ചതികളുണ്ട്. ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. നെറ്റിൽ വെറുതെ ആഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പിന്നാലെ പോയ ഡ്രൈവിംഗ് സ്കൂളേ ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. ഒരുപാട് പേര് പെട്ടതുണ്ട്. അതുപോലെ തന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ട് നമ്മൾ ഡയറക്റ്റ് സംസാരിച്ചിട്ട് കൊടുക്കാൻ നോക്കാം മാക്സിമം. ഒന്നല്ലെങ്കിൽ ജസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ട് വണ്ടിയെങ്കിലും കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഏജൻസികൾ കുറേ ഉണ്ട്. അപ്പോൾ ഏജൻസികൾ നമ്മുടെ അടുത്ത് ഒരു റേറ്റ് പറഞ്ഞ് നമ്മളെടുത്തിട്ട് ഏജൻസികൾ വീണ്ടും മറിച്ച് കൊടുക്കും. അപ്പോൾ ശരിക്കും ആ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം പകുതി പൈസയ്ക്ക് കിട്ടേണ്ട സാധനം ഈ ഏജൻസിയും കൂടി ഇതിൻ്റെ ഇടയിൽ കയറുമ്പോൾ ഇരട്ടി പൈസയാവും. ഇങ്ങനെ പറ്റിയ ആൾക്കാരും യുകെയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അബദ്ധങ്ങൾ പല ആൾക്കാരും പറഞ്ഞറിഞ്ഞാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണത്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസുകളെല്ലാം നോക്കിയിട്ട് വേണം കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും ഒത്തിരി ഡ്രൈവിംഗ് സ്കൂളിലെ റേറ്റുകളൊക്കെ എടുത്തിട്ട് അവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, അവിടുത്തെ പാസ് റേറ്റ് എങ്ങനെയുണ്ട്. ഞാൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ വീഡിയോ ചെയ്തതിൽ ഒരാൾക്ക് പറ്റിയൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവർ പാസ് റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പാസ് റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെക്കൊണ്ട് ടെസ്റ്റ് അടുപ്പിക്കില്ല. വീണ്ടും വീണ്ടും പ്രാക്ടിക്കൽ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബോധ്യം വേണം എത്ര മണിക്കൂർ പഠിക്കണം. ഇത്ര മണിക്കൂർ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആയി, നിങ്ങൾ പ്രാക്ടിക്കലിന് ഇനി എനിക്കിതൊക്കെ മതി, എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റിന് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. അപ്പോൾ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ഫൈൻഡ് ചെയ്യലാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ലൈസൻസ് എടുക്കണേലല്ല കാര്യം. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഒരു ജോലി കണ്ടെത്തലാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പാട്. കാരണം നമ്മൾ ബിഗിനറാണ്. ഒരു ബിഗിനറായിട്ട് ഒരു കമ്പനി ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾ ലൈസൻസ് എടുത്തിട്ടുള്ളൂ, നമ്മൾ ബിഗിനറാണ്, അവർക്കും അറിയാം. പക്ഷെ അവർ കൈമലത്തും അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം മതി എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ലൈസൻസ് എടുക്കണേക്കാളും വളരെ പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ജോബ് ഫൈൻഡിങ് ആണ്. അപ്പോൾ ഇനി ഈ ഫൈൻഡിങ്ങിൽ ഇത്തിരി കൂടി എളുപ്പമായിട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ വാലിഡ് അല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ത്യയിലെ എക്സ്പീരിയൻസും ഇവിടെ ആക്ച്വലി വാലിഡ് അല്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇന്ത്യയിലെ എക്സ്പീരിയൻസ് നമ്മൾ പലതും പറയും. ഇവിടെ പലരും പറയും 5 വർഷമുണ്ട്, 3 വർഷമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ വാലിഡ് അല്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡറി ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് അതർ കൺട്രി ഉണ്ടെന്ന് പറഞ്ഞ് വെക്കാം. പക്ഷെ അത് വാലിഡ് അല്ല. ഇവർ എല്ലാം ഇവിടെ ചോദിക്കും. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ വെറുതെ പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അവിടെ പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ടാക്കോ കാർഡ് എന്ന് പറഞ്ഞ കാർഡ് നമുക്ക് കിട്ടുന്നു. ഈ കാർഡ് അവരുടെ റീഡറിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഇപ്പം സിബി ഞാൻ എന്ന് പറഞ്ഞ ആൾ എത്ര മണിക്കൂർ എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ രീതികളും ബ്രേക്കിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് കിട്ടും. അതുകൊണ്ട് ഈ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ യുകെയിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ പറഞ്ഞ് ഓരോ കമ്പനികളെ അപ്രോച്ച് ചെയ്യണമായിരിക്കും ബെറ്റർ. അതർ കൺട്രി നിങ്ങൾക്ക് പറയാം, അവർക്കത് അറിയാൻ പറ്റില്ല. അവർക്ക് ആ ഇതൊക്കെ നോക്കാനേ പറ്റുള്ളൂ, സർട്ടിഫിക്കേഷനൊക്കെ നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, പല ആൾക്കാരും എക്സ്പീരിയൻസ് ഉണ്ടെന്നും പറഞ്ഞ് പല കമ്പനി ചെന്നിട്ട് ഈ ടാക്കോ കാർഡ് ഇട്ട് നോക്കിയപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല, എങ്ങും ഇത് ഇട്ടിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി വെള്ളിയടിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവിംഗ് ഫീൽഡിനകത്ത് സീസണുകളുണ്ട്. ഇപ്പോൾ ഡിസംബറൊക്കെ സീസണാണ്. ആ സമയത്തൊക്കെ ഭയങ്കര ഷോർട്ടേജ് വരും. അപ്പോൾ ഈ എക്സ്പീരിയൻസൊക്കെ നൈസായിട്ട് പലരും ബോധപൂർവം മറക്കും ആളെ കിട്ടാണ്ടാവുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കയറിപ്പറ്റാൻ നോക്കാം. ഇനി കയറിപ്പറ്റുമ്പോൾ ഏതാ ബെറ്റർ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഏജൻസി ഷിഫ്റ്റ് ആണോ കമ്പനിയിൽ ജോലി ചെയ്യണമാണോ നല്ലതെന്ന് ചോദിക്കും. ഞാൻ പറയണെങ്കിൽ ഒരു കമ്പനിയിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ഒരു വണ്ടി ഒരു വഴിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചങ്കൂറ്റം ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കാരാണെങ്കിൽ കമ്പനികൾ കയറാൻ പറയും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി കയറുമ്പോൾ കൃത്യമായിട്ട് അവർ ട്രെയിനിങ് തരും. ചിലപ്പോൾ 3 ആഴ്ച 2 ആഴ്ച മിനിമം 2 ആഴ്ചയെങ്കിലും അവർ ട്രെയിനിങ് തരും. അപ്പോൾ ഒരു മെൻറ്ററെ വെച്ചിട്ട് നമ്മളെക്കൊണ്ട് എല്ലാ വഴിക്കും പോയി നമ്മുടെ ലോഡ് എന്താണ്, ഇതെങ്ങനെ സെക്യൂർഡായിട്ട് കൊണ്ടുപോകാം, ആ കമ്പനികളുടെ വണ്ടിയുടെ രീതികളും എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിറക്കുമ്പോൾ നമുക്ക് പേടിയില്ലാണ്ട് ഒറ്റയ്ക്ക് പിന്നത്തെ ആഴ്ച മുതൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. അതല്ലാണ്ട് ഇപ്പോൾ കമ്പനി കിട്ടാനും ഒരു ബുദ്ധിമുട്ടാണ്. തുടക്കം ഒരു കമ്പനി കയറി പറ്റാൻ. അപ്പോൾ സീസണിലാണ് ഞാൻ പറഞ്ഞോട്ട് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ ഏജൻസി ഷിഫ്റ്റ് കിട്ടും. ഏജൻസി ഷിഫ്റ്റ് കിട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു കമ്പനി ആളെ അന്വേഷിച്ച് ഏജൻസിനെ വിളിക്കുമ്പോൾ ഏജൻസിക്കാർ നമ്മളെ
ഇപ്പോൾ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാണ്ടൊക്കെ നമ്മളെടുത്ത് അങ്ങോട്ട് വിടും. അപ്പോൾ കമ്പനിക്കാർക്ക് അറിയില്ല നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവനാണോ അല്ലയോ എന്ന്. നമുക്ക് ആ വണ്ടിയും പേപ്പറും തന്നു വിടും. കമ്പനിക്കാർക്ക് ഇവൻ ആരാണെന്നോ എക്സ്പീരിയൻസ് ഉള്ളവൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഏജൻസിക്കാരെ വിശ്വസിച്ചായിരിക്കും നമ്മൾ വിടണേ. പെട്ടെന്ന് നമ്മൾ ലൈസൻസ് എടുത്ത് ഒരു അറിവുമില്ലാത്ത ആൾ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് ഒരു കമ്പനി ചെന്നൊരു പേപ്പറും വണ്ടിയുടെ താക്കോലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പകച്ചു പോകും പലപ്പോഴും. ഒത്തിരി പേർക്ക് പറ്റിയിട്ടുണ്ട്. ഒത്തിരി പേര് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആ നേരത്ത് കൈ മലത്തിയിട്ടുണ്ട്. കാരണം അപ്പം നമുക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് ഇമേജുമാണ്. ഇപ്പം അവരെ ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ ചില ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവേഴ്സ് അല്ലെ അവിടെയുള്ള എക്സ്ട്രാ വേറെ ഡ്രൈവേഴ്സിനോടൊക്കെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. കമ്പനിയിലെ ചിലപ്പോൾ മാനേജേഴ്സിനോട് ഒരുപാട് ഹെൽപ്പ് ചോദിച്ചാൽ അവർ വിചാരിക്കും ഇവന് ഇതിനെപ്പറ്റി അറിയില്ല, ഇവനിത് കൊടുത്തു വിട്ടാൽ പണിയാവുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴും നമ്മുടെ ഒരു അവസരം പാഴായി പോവാറുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് ഏതെങ്കിലും ഒരു കമ്പനി കയറി പറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി കയറി പറ്റണമെന്നുണ്ടെങ്കിൽ ഏജൻസികൾ രജിസ്റ്റർ ചെയ്യുക. ഒത്തിരി ഏജൻസികൾ യു കെയിലുണ്ട്. ഡ്രൈവർ ഹയർ, ഡ്രൈവറെ അതല്ലാണ്ട് സേഫ് ഹാൻഡ് അങ്ങനെ കുറേ ഏജൻസികൾ ഡ്രൈവിംഗ് സംബന്ധമായിട്ട് തന്നെ സെപ്പറേറ്റ് ഏജൻസികൾ വേറെയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഏജൻസികളെ സെപ്പറേറ്റ് ചെയ്ത് വിളിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാന്നാണ് ഈ എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ബിഗിനേഴ്സിന് എടുക്കുന്നിടത്ത് അവരാക്കി തരാറുണ്ട്. അതും പല ആൾക്കാർ ഒരു തവണ ഒരു ഏജൻസിയിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അവരൊരു അപ്ഡേഷനും ഇല്ല, അവിടെ നിന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയണമെങ്കിൽ നമ്മൾ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ നമ്മളെ ഏജൻസികൾ വീണ്ടും വിളിച്ചിട്ട് ഇപ്പോൾ എൻ്റെ പേര് സിബി എന്നാണെങ്കിൽ ഞാൻ സിബിയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അവിടെ അപ്ലൈ ചെയ്തായിരുന്നു പറഞ്ഞ് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറയും ഓക്കെ ഞങ്ങൾ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വീക്ക് വീണ്ടും വിളിക്കുക. അങ്ങനെ വിളിച്ച് അവരുടെ മൈൻഡിൽ സിബി എന്നുള്ളൊരു പേര് കയറണം എന്നാണ് ഞാൻ എൻ്റെ പേഴ്സണൽ എൻ്റെ ഒരു ഞാൻ ഫൈൻഡ് ചെയ്ത കുറച്ച് രീതികളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ മൈൻഡിൽ സിബി എന്നുള്ള പേര് കിടക്കുമ്പോൾ ഒരവസരം വരുമ്പോൾ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ അവരുടെ ഡ്രൈവേഴ്സ് ഇല്ലാത്തൊരു അവസരം വരുമ്പോൾ എന്നും വിളിക്കണ സിബി എന്ന് മൈൻഡിൽ കിടക്കുമ്പോൾ എന്നാൽ സിബിക്ക് കൊടുത്തേക്കാന്നൊരു ചിന്ത അവർക്ക് വന്നം. അതല്ലാണ്ട് ഒരു തവണ രജിസ്റ്റർ ചെയ്തിട്ട് ഇതായിട്ട് ബന്ധമില്ല അവർ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പോന്നെ. പക്ഷെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം. എല്ലാ ഏജൻസികളിലും ഇങ്ങനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ലൈസൻസ് എടുത്ത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം പോലെയും ഇത്തിരി റൂറൽ ഏരിയ കമ്പനികൾ കുറവായ ഒരു ഏരിയ ആണെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് നിങ്ങൾ പോയി നിൽക്കുന്ന അത്യാവശ്യം വലിയ സിറ്റി മാഞ്ചസ്റ്റർ പോലുള്ള ഭയങ്കര സിറ്റിയാണെങ്കിൽ ഇത്രയും കൂടി ചാൻസ് ഉണ്ട് കിട്ടാൻ. പിന്നെ പല ആൾക്കാരും ഒരു സീസണിനോട് അടുത്ത് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒക്ടോബർ നവംബറിലൊക്കെ ലൈസൻസ് എടുത്ത് ഇറങ്ങുമ്പോൾ ഡിസംബറിൽ ജനുവരിയിലൊക്കെ സീസൺ വരുമ്പോൾ പെട്ടെന്ന് കയറി പറ്റാൻ പറ്റും. ഒരു തവണ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എക്സ്പീരിയൻസ് വെച്ച് വേറെ കമ്പനികളും കാര്യങ്ങളും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ തുടക്കം നിങ്ങൾ ഓർക്കുക, ആ തുടക്കം ഒന്ന് കയറി പറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിലേക്ക് നല്ല പാഷനബിൾ ആയിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും കയറി പറ്റുക തന്നെ ചെയ്യും. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് 1 ലൈസൻസാണ് നമ്മൾ പാസ്സായത്, നമ്മുടെ ലൈസൻസ് ക്ലാസ് 1 ആണെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ കുറേ ക്ലാസ് 1 അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് 2നും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് ഏത് ക്ലാസ് 2 കിട്ടിക്കഴിഞ്ഞാൽ അതിന് പോവുക. അതിന് പോയി കഴിഞ്ഞാൽ ചില കമ്പനികൾ നമ്മൾ അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് 2 കുറച്ചാൾ ഓടിച്ച് കഴിയുമ്പോൾ അവർക്ക് ക്ലാസ് 1 ഉണ്ടാവും. അവരവിടെ നിന്ന് നമ്മളെ പതുക്കെ ക്ലാസ് 1ലേക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വേറെ കൺട്രിയിലൊന്നും ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ക്ലാസ് 2 ഫസ്റ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ ക്ലാസ് 2 വണ്ടി ഫസ്റ്റ് ഓടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയും. കാരണം ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഒരു ഏജൻസി വഴി ഷിഫ്റ്റൊക്കെ വരുമ്പോൾ ഒരു ക്ലാസ് 1 വണ്ടി കൊണ്ട് പോയിട്ട് പലരും പലയിടത്തൊക്കെ പെടാറുണ്ട്. അപ്പോൾ നമുക്കൊരു കോൺടാക്റ്റിൽ ആരുമില്ല, ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലെങ്കിലൊക്കെ നമ്മൾ പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജൻസികളിലെല്ലാം ക്ലാസ് 2 പ്രിഫർ ചെയ്ത് കൊടുത്തിടുക. അപ്പോൾ അവർ ക്ലാസ് 2 വിളിക്കുമ്പോൾ നമുക്ക് ക്ലാസ് 2 പറയാം കാറിനേക്കാളും കുറച്ചുകൂടി വലിയ വണ്ടിയാണ്, ആർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ക്ലാസ് 2. അപ്പോൾ അങ്ങനെ ക്ലാസ് 2 കിട്ടിക്കഴിഞ്ഞാൽ അത് ഓടിച്ച് ടാക്കോ ഇട്ട് ടാക്കോൻ്റെ കാര്യങ്ങളും അവർ കാൽക്കുലേഷനും വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണേയും ബെയിൽ വെക്കണേയും കമ്പനികളുടെ ഡീറ്റെയിലും പോകേണ്ട റൂട്ടൊക്കെ നമുക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നീട് നമുക്ക് ധൈര്യമായിട്ട് ക്ലാസ് 1 അപ്ലൈ ചെയ്ത് അതല്ലെങ്കിൽ ക്ലാസ് 1 കിട്ടുമ്പോൾ ധൈര്യമായിട്ടായത് നമുക്ക് വണ്ടി എടുക്കാം. എന്ന് വെച്ചാൽ പേടിക്കാതെ നമുക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യു കെയിൽ ഒരു ട്രക്ക് ലൈസൻസ് എടുക്കാൻ നോക്കിയ സമയത്ത് എനിക്ക് ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അത് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരാൾ പോലും അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് തരാൻ പോലും ഒരാളും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.